റിയാസേ റിയാസേ എന്താപ്പാ എവിടെ പോയിരിക്ക ഇവിടെ ആ തിങ്കളാഴ്ചത്തെ കാര്യേ ആ കേട്ടറിങ്ങാരുകള് എല്ലാം കൂടെ ഏൽപ്പിച്ചോണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞടിച്ച് നടന്നാ പോരാ. കുറച്ച് ഉത്തരവാദിത്തമൊക്കെ കാട്ടെ. ഈ അവസരത്തിന്റെ കാര്യമൊക്കെ വല്ല ആലോചിക്കണോ? അന്ന് പറഞ്ഞേൽപ്പിക്കേ. തിങ്കളാഴ്ച പറഞ്ഞപ്പോ അടുത്തില്ലേ? ആ കാര്യത്തിൽ നിങ്ങൾ ബേജാറാവണ്ട. അത് ഞാൻ ആ റോയൽ കാറ്ററിംഗ് ഇല്ലേ ഓലെ ഏൽപ്പിച്ചു. പിന്നെ അതൊന്നല്ല ഇപ്പോ നമ്മളെ റസിയാത്താന്റെയും സക്കീറാക്കാന്റെയും കാര്യം ഉണ്ടല്ലോ, മുജീബാക്കൊന്ന് പറഞ്ഞില്ലേ ഞാന്. അപ്പൊ ആ കാര്യത്തില് നമ്മൾ എന്തെങ്കിലും തീരുമാനമൊക്കെ ഇപ്പൊ സെജ്നാബിയും സുറാബിയൊക്കെ പറയണെന്ന് വെച്ചാല് താത്താക്കും അതിൽ എന്തൊക്കെ ഒരു താല്പര്യം ഉണ്ട്. നമ്മളത് അറിഞ്ഞുകൊണ്ട് ഒന്ന് ചെയ്ത് കൊടുക്കല്ല നല്ലത്. നിങ്ങളൊരു കാര്യം ചെയ്യും, നമുക്ക് അമ്മായിൻ്റെ അടുത്തൊന്ന് പോയിട്ടേ ഞാനും പോരാ, ഒന്ന് പോയിട്ട് സംസാരിച്ചിട്ട് നമ്മളെ കുടുംബം അങ്ങനെ നന്നാവാണെങ്കിൽ നന്നാവട്ടെപ്പാ. അങ്ങനെ അപ്പൊ അതുപോലെ അങ്ങനെ വണ്ടി ചെല്ലാനൊന്നും പറ്റൂല. അപ്പൊ ഞാന് നാസറാജിനെ കണ്ടിരുന്നു. ഓനും പറഞ്ഞു അങ്ങനെ. അത് ഓൾ അടവും കുതിരാക്കലും കളിയാക്കലും ഒന്നും അല്ലല്ലോ, കാര്യത്തിൽ തന്നെയാണെന്ന് പറഞ്ഞു. അല്ല റസിയാബിയും അങ്ങനെ തന്നെ അഭിപ്രായം, കുട്ടിയൊക്കെ എന്നാണ് അഭിപ്രായം? ഓലൊക്കെ അങ്ങനെ തന്നെ. എന്നാപ്പോ ഇപ്പ ഞങ്ങൾ ആശുപത്രിക്ക് നിങ്ങളെ മരുന്ന് വാങ്ങാൻ പോയപ്പോ അമ്മായിനെ കണ്ടിന്. കൊറേ വർത്താനം പറഞ്ഞു, നിങ്ങളെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, അസുഖമൊക്കെ എങ്ങനെയുണ്ട് ഉപ്പാന്റെ എന്നൊക്കെ ചോദിച്ചു. നിങ്ങളൊന്ന് അമ്മായിനെ പോയി കണ്ടുനോക്കി, നമുക്ക് റസിയാത്താന്റെയും സക്കീറാക്കാന്റെയും കല്യാണം നടത്തുക. എല്ലാവർക്കും ഇപ്പൊ അതന്നെ പറയുള്ളു. റസിയാബിയാ, ഞാൻ അങ്ങനെ ബാത്റൂമിലെ കാലുടിച്ചാനും പോകുന്നില്ല. ഇവിടെ ഇപ്പൊ മുജീബല്ല വന്ന് പറഞ്ഞിക്കണത്. ഓള് വന്നോണ്ട് ഒന്ന് പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ ആ സക്കീർ വന്നോണ്ടെന്ന് പറഞ്ഞാലും മതി.